ഹലോ ഹായ്, ഇന്ന് നമ്മൾ പുതിയ കേക്ക് ഡെക്കറേഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് ഒരു 2 kg വെയിറ്റ് വരുന്ന റെഡ് വെൽവെറ്റ് കേക്കാണ്. 2 ടയറാണ് കേട്ടോ. അപ്പോൾ കേക്ക് ഞാൻ 8 ഇഞ്ചിലും 5 ഇഞ്ചിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. കേക്ക് നമുക്ക് ഒരു എയ്റോപ്ലെയിൻ തീമിലാണ് കേട്ടോ സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ഫാമിയുടെ മോനിക്കുള്ള കേക്കായിരുന്നു. നമ്മളെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് എയ്റോപ്ലെയിൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു തീമിൽ സെറ്റ് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു റെഫറൻസ് പിക്ക് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഐഡിയ പോലെ ചെറിയൊരു ചേഞ്ചൊക്കെ വരുത്തിയിട്ട് സെറ്റ് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കേക്ക് ഒരു ആഷ് കളറിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ നമ്മൾ തലേന്ന് ചെയ്തതാണ് കേട്ടോ, ഈ ഒരു ഫൈനൽ ഫ്രോസ്റ്റിംഗ് ഒക്കെ. പിന്നെ നമ്മൾ ഡെലിവറിയുടെ തൊട്ട് മുന്നേ അടുത്ത ദിവസം നമ്മൾ കേക്ക് സ്റ്റേക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കേക്ക് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്, 8ലും 5ലും ബേക്ക് ചെയ്തുകൊണ്ട് കേട്ടോ. കേക്കിൻ്റെ വെയിറ്റ് 2.5 കിലോൻ്റെ അടുത്തുണ്ടായിരുന്നു. അത് നമ്മളെ ഹോം ബേക്കേഴ്സിൻ്റെ സ്ഥിരമാണല്ലോ. കേക്കിൽ നമുക്ക് തന്ന പിക്കിൽ ഫുൾ വൈറ്റ് ബോൾസ് ആയിരുന്നു കേട്ടോ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ വന്ന് ഫോട്ടോ എടുത്തപ്പോൾ എനിക്കിഷ്ടമാകാത്തതുകൊണ്ട് ഫോട്ടോയുടെ ടൈമിൽ ഞാൻ അതിലേക്ക് 2 റെഡ് ബോൾസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ റെഡ് ആൻഡ് ഒരു വൈറ്റ് കോമ്പിനേഷനിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. എയ്റോപ്ലെയിനും ഫോണ്ടൻ വർക്കൊക്കെ നമ്മൾ തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ വരച്ചു കൊടുക്കുന്നത് ഒരു റൂട്ട് മാപ്പ് പോലെയാണ് കേട്ടോ. എയ്റോപ്ലെയിൻ ആണല്ലോ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ജെൽ കളറിൽ ബ്രഷ് ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു റൂട്ട് പോലെ ഇങ്ങനെ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ മോൻ്റെ നെയിം നമ്മൾ ഫോണ്ടൻറ്റിൽ എഴുതിയിട്ട് ആ ഒരു റൂട്ടിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എയ്റോപ്ലെയിനും കൂടെ വെച്ചിട്ട് ഈ ഒരു കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അടുത്ത ദിവസമാണ് കേട്ടോ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യണത്. ഇത് എൻ്റെ കസിൻ്റെ മോൾക്കുള്ള തനുമോളുടെ ബർത്ത്ഡേക്കുള്ള കേക്കായിരുന്നു. അത് അവൾ നൈറ്റിലാണ് കേട്ടോ പറയണത്. നമ്മളടുത്ത് ഡിസൈനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് അന്ന് സത്യം പറയല്ലോ, എനിക്ക് കേക്ക് ഉണ്ടാക്കാനേ മൂടുണ്ടായിരുന്നില്ല. ഒരുപാട് മടി പിടിച്ച ദിവസം എന്ന് പറയില്ല, ചില ദിവസം അങ്ങനെയാണ് കേട്ടോ. നമുക്ക് ഒരുപാട് റിസ്ക് എടുക്കാനോ ഒരുപാട് ഡിസൈൻ തപ്പാനോ അങ്ങനെ ഒന്നും എനിക്കൊരു ഇഷ്ടമില്ലാത്തൊരു ദിവസമായി പോയി അന്ന് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പിന്നെ അവൾ പറഞ്ഞപ്പോൾ ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോളുടെ ഡ്രസ്സ് പിങ്ക് കളറായതുകൊണ്ട് നമ്മളൊരു പിങ്ക് ബേബീൻ്റെ ഫോട്ടോ പ്രിൻ്റ് എടുത്തതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ആ ഒരു കളറിൽ തന്നെ 2 ബട്ടർഫ്ലൈസും കൂടി വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ മോഡൽ നമ്മളെപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ട്. ഇത് നമുക്ക് പിന്നെ അടുത്ത ദിവസമാണ് കേട്ടോ ഒരു ചോക്ലേറ്റ് കേക്ക്. ഇത് നമ്മളെ കസ്റ്റമർ മോഡൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കസ്റ്റമർ തന്ന പിക്കിലുള്ള പോലെയൊന്നുമല്ല കേട്ടോ. അത് നമ്മളൊരു 4 ഇഞ്ചിൻ്റെ പേജിൽ നിന്ന് എടുത്തൊരു കേക്കിൻ്റെ പിക്കായിരുന്നു. അപ്പോൾ സെയിം നമ്മളടുത്ത് സ്ട്രോബെറീസ് ഒന്നും ആ ഒരു ടൈപ്പിലുള്ളതൊന്നും ഇല്ലായിരുന്നു. നമ്മൾ കൊടുക്കുന്നതിൽ എനിക്ക് കിട്ടിയ ആ ഒരു ബോക്സിൽ പകുതിയും കേടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കാണുന്ന ബോക്സ് ഫുള്ള് കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ ഒഴിവാക്കാൻ വെച്ചതാണ്. നല്ലത് മാത്രം നമ്മളെടുത്തിട്ട് അത് നമ്മൾ ഹാഫായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. കാരണം അത്രയും കുറവായിരുന്നു. ഞാൻ ഫുള്ള് വെക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കംപ്ലൈൻ്റ് ആയപ്പോൾ നമുക്ക് കുറച്ചേ അതിൽ നിന്ന് കിട്ടിയുള്ളൂ. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് ഹാഫ് പോർഷൻ ആക്കിയിട്ട് ഓരോ ഭാഗത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോളുടെ നെയിം നമ്മൾ ഫോണ്ടൻറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എവിടെ വെക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം. താഴെ വെക്കണോ മുകളിൽ വെക്കണോ? പിന്നെ നമ്മൾ താഴെ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.